ഇവിടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയേ. ഒരു കള്ളത്തര ഒളിച്ചിരിക്കുന്നതായിട്ട് കാണാം. എടി കൊച്ചേ, മീരയുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടല്ലേ. കലാവതി, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഇയാളുടെ ഭൗതികാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ സംസാരത്തിൽ ഒരു പുരോഗതിയും വന്നിട്ടില്ല. വീട്ടിൽ വന്ന ആളിനോടുള്ള സകല മര്യാദയും നിലനിർത്തി പറയാ. വാക്കുകൾ കുറച്ചുകൂടി സൂക്ഷിച്ചുപയോഗിക്കണം. ഏട്ടന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയെന്നറിഞ്ഞപ്പോ അത് ഇത്രയും ശക്തിയായിട്ട് തിരിച്ചു വന്നു എന്നറിഞ്ഞിരുന്നില്ല. സോറി, ഞാൻ പറഞ്ഞതൊക്കെ ദേ തിരിച്ചെടുത്തിരിക്കുന്നു. മകളെ ദേവികെ, കലാവതി ആന്റി മകളുടെ ഹൃദയത്തിന് വേദന തന്നിട്ടുള്ള തരത്തിൽ എന്തെങ്കിലും ഉരിയാടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിനക്ക് വേറെ ചായ എടുക്കണോ? അയ്യോ വേണ്ടേ, മീരമോളെയും കൂടെ കണ്ടിട്ടേ ഞാനങ്ങ് ഇറങ്ങുക. മീര വരാൻ ഇനിയും വൈകും. എന്ന് വെച്ചാ ഞാൻ ഇവിടെ ഇരുന്ന് വാചകം അടിക്കണ്ട, കഴിയുന്നതും വേഗം സ്ഥലം വിട്ടോളാൻ അല്ലേ? അത് നിനക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. ആ, എല്ലാം കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചെടുക്കുന്നവളാ ഈ കലാവതി. ചേച്ചി പ്രൊഫസറാ, ഞാൻ പഴയ ഡിഗ്രിയും ഗുസ്തിയും. പക്ഷേ വ്യാഖ്യാനിച്ചെടുക്കാൻ ചേച്ചിയേക്കാൾ കഴിവേ എനിക്കുണ്ട്. മീര വരാൻ ഇനിയും വൈകിയേക്കുന്നല്ലേ പറഞ്ഞ? എന്നാ ഞാൻ അങ്ങ് ഇറങ്ങിയേക്കാം. ആ, ഞാൻ പറഞ്ഞ വാക്കുകള് ഏട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. മറച്ചു വയ്ക്കുന്നില്ല, വേദനിപ്പിക്കുകയല്ല, ദേഷ്യപ്പെടുത്തുക ചെയ്തത്. അതാരായാലും ശരി, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് നിനക്കും വിഷമായി കാണുമല്ലേ? പ്രായശ്ചിത്തം ചെയ്യാം. എന്നെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കുകയാണെങ്കിൽ നീ എന്നെ വിളിക്ക്. കൂടുതൽ ശമ്പളത്തില് നിന്നെ എന്റെ വീട്ടിൽ നിയമിക്കാം. പക്ഷേ ഇവിടുത്തെ രീതിയൊക്കെ കണ്ടിട്ട് ഇവർ നിന്നെ പറഞ്ഞേക്കൊന്നും തോന്നുന്നില്ല. അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? ആ, നിന്റെ ഭർത്താവ് ഏത് ഇട്ടിക്കണ്ടപ്പനാടി? താലി കെട്ടിയ പെണ്ണിനെ പല വീട്ടിലും ജോലിക്ക് നിർത്തിയിട്ട് അവരിത് എന്തെടുക്കുക? അയാൾക്ക് ജോലിയൊന്നുമില്ലേ? നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ജോലിയും സമ്പത്തും ഒക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക.